ഇങ്ങോട്ട് തരേണ്ട നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നുള്ളത് സർക്കാർ ബോധ്യപ്പെടുത്തുന്നു. എല്ലാരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി മതിയാകത്തുള്ളൂ. അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി. ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പ്രാധാന്യം കൊടുത്ത് 2005-6 കാലഘട്ടങ്ങളിൽ അത് നടപ്പാക്കാൻ ശ്രമിച്ചു. അന്ന് ശ്രീ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയി കേസ് കൊടുത്തു, അതിനെ തടസ്സപ്പെടുത്തി. പിന്നെ അതേ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം കരാർ ഒപ്പിട്ടു. അതിനുശേഷം പണിയൊന്നും നടത്തിയില്ല. 11 മുതൽ 16 വരെ UDF വന്നു, അതിൻ്റെ പ്രവർത്തനം നടത്തി മെയിൻ കെട്ടിടം പൂർത്തിയാക്കിയിട്ടാണ് സർക്കാർ പോയത്. അത് നാട് നഷ്ടപ്പെടുമ്പോൾ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലാണ് ലോസ് ഉള്ളത്, ചെറുപ്പക്കാർക്കാണ് ലോസ് ഉള്ളത്. പക്ഷേ അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നത് സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കമ്പനി നമുക്ക് നഷ്ടപരിഹാരം തന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കുക. ഇതെന്താണ് എൻ്റെ അടിസ്ഥാനമെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇങ്ങോട്ട് തരേണ്ട നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നുള്ളത് സർക്കാർ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ KSEBിയുടെ കാര്യം. ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘകാലമായൊരു കരാറ് 2040 വരെ സംസ്ഥാനത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ₹4.29 ഒരു കരാറാണ് കൊടുത്തിരുന്നത്. നമ്മുടെ നാട്ടിൽ 30% ഉത്പാദിപ്പിക്കുന്നുണ്ട്, 70% പുറത്തുനിന്ന് മേടിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആസ്പെക്ട് വെച്ചത്. ഈ സർക്കാർ വന്നു 23-ൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ല സാങ്കേതികമായി പറഞ്ഞുകൊണ്ട് റദ്ദാക്കി. ഹ്രസ്വകാല കരാറ് ₹6.12, 5 തൊട്ട് 8 കോടി രൂപ ബാധ്യത വരുന്ന രീതിയിൽ കൊണ്ടുപോകും. അപ്പൊ ഡിസംബർ ആയപ്പോൾ 23 ഡിസംബർ ആയപ്പോൾ അത് മാറ്റി. എന്നിട്ട് പറഞ്ഞു ഇനി വീണ്ടും ദീർഘകാലം. അപ്പം ഈ കമ്പനികൾക്ക് ഒരു അവസരമായല്ലോ, എന്താ പറയാ, കോടതിയിലും മറ്റുള്ള ഇതിലൊക്കെ പോയി അതിൽ നിന്ന് ഒഴിവായി. അപ്പൊ ഇപ്പോൾ ഉള്ള സംശയം ഈ ദീർഘകാലമായ കരാറ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കമ്പനികളെ സഹായിക്കുകയായിരുന്നോ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. റെഗുലേറ്ററി കമ്മീഷനും ഇതിനകത്ത് റോളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി നോമിനികൾ അതിനകത്തുള്ളത്. സർക്കാർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇത് രണ്ടും സംസ്ഥാനത്തിന് നഷ്ടം വരുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ ഗവൺമെന്റിന്റെ നയം, 8 വർഷമായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ നയം വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പറ്റത്തില്ല. ശക്തമായ പ്രതിഷേധങ്ങൾ, ശക്തമായ ജനരോഷം ഇതിനെതിരെ ഉണ്ട്. കേരളത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരിക്കും എന്നുള്ളത് സംശയം. ഈ പൊതുസംഘടനയിലുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? യുവാക്കൾക്കും ദളിതർക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കുമുള്ള ഒരു പ്രാതിനിധ്യമൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ, അതിലൊരു സംശയമില്ല. മാത്രമല്ല എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും എന്നെ വാട്സപ്പിലൂടെ ബന്ധപ്പെടും. ഞാനിവിടെ ഇല്ലായിരുന്നു, സർവ്വ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റൂമിലായിരുന്നു സമയവും. അതിനു മുമ്പൊക്കെ ആയിട്ട് പലരും എന്നെ ബന്ധപ്പെടുന്നു. ശ്രീ ലീഡർ കെ കണ്ണാന്റെയും അതുപോലെ തന്നെ എൻ്റെ പിതാവിനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചവർ, അവര് പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാകുന്നു. നമുക്കറിയാം, ശ്രീ കെ സുധാകരന്റെയും ശ്രീഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുണ്ടോ? ആവശ്യമുണ്ട്. എല്ലാരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി മതിയാകത്തുള്ളൂ. അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ KPCCയുടെയും
അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെയൊക്കെ വേണ്ടി വന്നാൽ ശ്രദ്ധപ്പെടുത്തും എന്ന് എനിക്ക് ആ അർത്ഥത്തിൽ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്നൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം പ്രസിഡന്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. മികച്ച വിജയമാണ് UDF അതിനകത്ത് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹം പുതിയ നേതൃത്വം വന്നതിന് ശേഷമാണ് കരുണാകരനൊപ്പം അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരൊക്കെ കൂടുതലായി തടയപ്പെട്ടതെന്നുള്ള പരാതി ഉയർന്നു വരുന്നത്. അല്ല, അത് ഏത് സാഹചര്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. അദ്ദേഹമാണ് തഴഞ്ഞെന്ന് പറയാൻ പറ്റും. അതിന് പല കാരണങ്ങളാണ്. വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. പാർട്ടി ഉമ്മൻചാണ്ടി സാറുടെ അതുപോലെ തന്നെ KM മാണിയുടെ ഒക്കെ വിയോഗം പാർട്ടിക്ക് മുന്നണിക്കും ക്രിസ്ത്യൻ സഭയായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ കുറഞ്ഞു വന്നു. ആ പശ്ചാത്തലത്തിൽ KPC സ്ഥാനത്തേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരണം എന്നൊക്കെയുള്ള ചർച്ച പാർട്ടിയിലുണ്ട്. അത് നേരത്തെ തന്നെ ഉണ്ട്. കുറെ വർഷങ്ങളായിട്ട് അങ്ങ് ആ സമുദായത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടില്ല. അത്രയൊക്കെ എങ്ങനെയാണ് ചാണ്ടി കാണുന്നത്? അതല്ല, ഒരു സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇന്ന് സമുദായത്തിൽപ്പെട്ട ഒരാൾ വരണമെന്നും ഞാൻ പറയില്ല. എല്ലാവരും ഒന്നായി കാണാൻ കരുതുന്ന രീതിയിലാണ് ഉള്ള നേതാക്കൾ വരണം. ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ വന്നാൽ മാത്രമേ നടക്കുന്നുള്ളൂ ഞാൻ പറയില്ല. പക്ഷെ എല്ലാ സമുദായത്തിലുള്ളവരും കാണണം. നമ്മൾ തീർച്ചയായും 3 തവണ ഈഴവ സമുദായത്തിൽ നിന്നാണല്ലോ KPC പ്രസിഡന്റുമാര് വന്നിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് നായർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി, അങ്ങനെ ബാലൻസിംഗ് ഉണ്ടല്ലോ കോൺഗ്രസിലൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു ശൈലി. അതേസമയം ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് അങ്ങനെ ഒരു ഇൻസിസ്റ്റൻസ് ഞാൻ പറയും. അത് അതിൻ്റെതായ രീതിയിൽ എല്ലാവരും തുല്യമായി കരുതുന്ന നേതാക്കൾ വരണം, അതിൽ സംശയമില്ല. പക്ഷെ ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് ഞാൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉണ്ടായി, അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മെച്ചപ്പെട്ട വിജയം ഉണ്ടായി. പ്രസിഡന്റിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് അവകാശപ്പെട്ടെന്ന് പറയുന്നു. ആ സാഹചര്യമാണോ അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഡീലിമിറ്റേഷൻ ഒക്കെ വന്നു? സംഘടനാ സംവിധാനം താഴെയില്ലെങ്കിൽ ജയിക്കുക വലിയ പ്രയാസമായിരിക്കും. അല്ല, ഞാൻ പറയാം, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. താഴെത്തട്ട്, അതിന് താഴെത്തട്ട് മുതൽ മേള് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു. അതിനകത്ത് KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് മാറ്റുന്നതാണോ അതിന്റെ മറുപടി? സംഘടനയെ അത് എന്ത് ചെയ്തു പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിന്റെ മറുപടി. താങ്കൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ ഒരു ദിവസം മാത്രമാണ് പോയത്. അല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്ക് വിളിച്ചു. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടിട്ടില്ല.